കൊല്ലം സ്വദേശി ഐസക് ഇനിയും ജീവിക്കും 6 പേരിലൂടെ. ഐസക്കിന്റെ ഹൃദയവുമായി തിരുവനന്തപുരത്തു നിന്ന് എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക്. എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അങ്കമാലി സ്വദേശിക്ക് മാറ്റിവെക്കും. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. മലപ്പുറം ചേലേമ്പ്ര സ്വദേശി ഷാജി മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. 1 മാസത്തിനിടെ മരിച്ചത് 6 പേർ. സർക്കാർ കണക്കിൽ 2 മരണം മാത്രം. ഏഷ്യാ കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കട്ടെ എന്ന് സുപ്രീം കോടതി. ഹർജി നാളെ തന്നെ പരിഗണിക്കണമെന്ന നിയമ വിദ്യാർത്ഥികളുടെ പൊതുതാൽപര്യ ഹർജി തള്ളി. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഞായറാഴ്ച ദുബായിൽ. KT ജലീൽ MLAയും യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസും തമ്മിലുള്ള പോര് മുറുകി. ബന്ധുനിയമനം യൂത്ത് ലീഗ് കയ്യോടെ പിടിച്ചപ്പോൾ രാജിവെക്കേണ്ടി വന്നതിലെ പകയാണ് KT ജലീലിന് തന്നോടെന്ന് PK ഫിറോസ്. മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കലിൽ ജലീലിനെതിരെ നിർണായക തെളിവുകൾ പുറത്തുവിടുമെന്നും ഫിറോസിന്റെ കമ്പനിയുടെ വിലാസവും പ്രവർത്തനവും വെളിപ്പെടുത്തണമെന്ന് KT ജലീൽ. ഖത്തർ ആക്രമണത്തിൽ GCC രാഷ്ട്രങ്ങൾക്ക് കടുത്ത അമർഷം. ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇസ്രയേലിന് മറുപടി നൽകുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി. ഖത്തറിന് പിന്നാലെ യമനിലും ആക്രമണം നടത്തി ഇസ്രയേൽ. സനായിൽ 35 മരണം. ഇസ്രയേൽ ആക്രമിച്ചതിനുള്ള തിരിച്ചടിയെന്ന് നെതന്യാഹു. അതൃപ്തി അറിയിച്ച് ട്രംപ്. കൊല്ലം അഞ്ചാലുമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക വിദ്യാർത്ഥി സംഘർഷത്തിൽ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. വിദ്യാർത്ഥിയുടെ മൂക്കിടിച്ച് തകർത്ത കായിക അധ്യാപകൻ റാഫിയെ സസ്പെൻഡ് ചെയ്തു. സംഘർഷം വിദ്യാർത്ഥിനിയെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് പോലീസിലും ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകി വിദ്യാർത്ഥി.